അസ്യൂസിൻ്റെ അസ്യൂസ് ROG ഫോൺ 8 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഈ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അസ്യൂസ് ROG ഫോൺ 8 സീരീസിൽ 2 ഫോണുകൾ വന്നേക്കാം. അസ്യൂസ് ROG ഫോൺ 8ഉം അതുപോലെ തന്നെ അസ്യൂസ് ROG ഫോൺ 8 പ്രോയും. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അസ്യൂസ് ROG ഫോൺ 8 സീരീസിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ 2 ഫോണുകളിലും പല ഫീച്ചേഴ്സും സെയിം ആയിട്ട് വന്നേക്കാം. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ഫോണുകളിലും 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണുകളിൽ വരിക. പിന്നെ ഡിസ്പ്ലേയിൽ 165 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരെ സപ്പോർട്ട് ചെയ്തേക്കാം. അതുപോലെ തന്നെ വളരെ കൂടിയ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നതായിരിക്കും. കാരണം ഗെയിമിംഗ് ഫോൺസ് ആണ്, അപ്പം ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഈ ഫോണിൻ്റെ റെൻറ്റോസും കാര്യങ്ങളൊക്കെ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം വളരെ മികച്ചൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 2500 നിറ്റ്സ് ആയിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റും ആയിരിക്കും. പിന്നെ ഫോണിൻ്റെ തിക്നെസ് വരിക 8.9 mm ആയിരിക്കും. വെയിറ്റ് വരിക 225 ഗ്രാം ആയിരിക്കും. ഈ ഫോണിൻ്റെ ബാക്കിൽ RGB ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പൊതുവേ ഗെയിമിംഗ് ഫോൺസിൽ ഇതുപോലെ RGB ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. വളരെ മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഗെയിമിംഗ് ഫോണാണ്, അതുകൊണ്ട് തന്നെ പെർഫോമൻസ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പെർഫോമൻസ് മെച്ചപ്പെടുത്താനും വേറെയും കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അസ്യൂസ് ROG ഫോൺ 8ൽ 12 GB റാമും 256 GB ഇൻറ്റേർണലും വന്നേക്കാം. 8 പ്രോയിലോട്ട് വരുമ്പോൾ 16 GB റാം വെർഷനും 24 GB റാം വെർഷനും വന്നേക്കാം. ഇൻറ്റേർണലിൻ്റെ കാര്യത്തിൽ 512 GB ഇൻറ്റേർണൽ വെർഷനും 1 TB ഇൻറ്റേർണൽ വെർഷനും വന്നേക്കാം. പിന്നെ LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഡയറാക്ട് വെർട്ടോ സൗണ്ടിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഹൈറസ് ഓഡിയോ ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പൊതുവേ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ ഇപ്പം 3.5 mm ഓഡിയോ ജാക്ക് വരാറില്ല, പക്ഷേ ഈ ഫോണിൽ വരുന്നതായിരിക്കും. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള ROG UI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇത് Sony IMX 890യുടെ സെൻസർ അയക്കാം. പിന്നെ OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 13 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഈ ഫോണിൽ വന്നേക്കാം. അതുപോലെ തന്നെ 32 MP ടെലിഫോട്ടോ ലെൻസും വന്നേക്കാം. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ വന്നേക്കാം, ഗെയിമിംഗ് ഫോൺ ആണ് എന്നുണ്ടെങ്കിലും. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5500 mAhൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്തേക്കാം. അതുപോലെ തന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ മിക്കവാറും ഇതിൽ 2 Type-C ചാർജിംഗ് പോർട്ട് ഉണ്ടായേക്കാം. പിന്നെ ഈ ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് തന്നെ ട്രിഗർ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് പറയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ January 16 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു ദിവസം ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പം പിന്നീട് ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഇല്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ 70,000-80,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല. എന്തായാലും അസ്യൂസിൻ്റെ അസ്യൂസ് ROG ഫോൺ 8 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.